നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കുഴിക്കാട്ടുശ്ശേരിയിൽ പെട്ടി ഓട്ടോയും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പുത്തഞ്ചിറ കിഴക്കുമുറി മംഗലൻ അനീഷാണ് മരിച്ചത്. പുഴ കുറുകെ നീന്തിക്കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കൊരട്ടിക്കുലയുടെ മറയ്ക്കൽ ക്ലാരൻസ് മരിച്ചു. സൈനിക നേട്ടങ്ങളെ BJP രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നതായി CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ആരോപിച്ചു. CPI ശ്രീനാരായണപുരം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുഴിക്കാട്ടുശ്ശേരിയിൽ പെട്ടി ഓട്ടോയും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പുത്തഞ്ചിറ കിഴക്കുമുറി മംഗലൻ അന്തോണിയുടെ മകൻ 35 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെ കുഴിക്കാട്ടുശ്ശേരി മരിയ തെരേസ ആശുപത്രിക്ക് സമീപം പുത്തഞ്ചിറ റോഡിലാണ് അപകടം. കുഴിക്കാട്ടുശ്ശേരിയിൽ നിന്നും പുത്തഞ്ചിറയിലേക്ക് ഇരുചക്രവാഹനത്തിൽ പോവുകയായിരുന്നു അനീഷിന്റെ വാഹനത്തിൽ എതിരെ വന്ന പെട്ടി ഓട്ടോ ഇടിക്കുകയായിരുന്നു. ഉടനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് തലയടിച്ച് വീണതിനെ തുടർന്നാണ് മരണം. പുഴ കുറുകെ നീന്തിക്കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചു. കൊരട്ടിക്കുലയുടെ മറയ്ക്കൽ ക്ലീറ്റസ് മകൻ 38 വയസ്സുള്ള ക്ലാരൻസ് ആണ് മരിച്ചത്. കാതിക്കുടം പനമ്പള്ളിക്കടവിൽ പുഴ കുറുകെ നീന്തുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സൈനിക നേട്ടങ്ങളെ BJP രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നതായി CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ആരോപിച്ചു. CPI ശ്രീനാരായണപുരം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നടന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന നിലയിലുള്ള കളിയാക്കലുകളും പരിഹാസങ്ങളും നല്ലതുപോലെ വലതുപക്ഷ കേന്ദ്രങ്ങൾ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്ന കാലം കൂടിയാണ്. പക്ഷേ ലോകത്തിന്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു മനുഷ്യനും ലളിതമായി മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അഭൂതപൂർവമായ ജനമുന്നേറ്റങ്ങൾ ചെങ്കൊടിക്ക് കീഴിൽ ലോകമാകെ നടന്നു വരികയാണ്. കഴിഞ്ഞു പോയ 8 മാസത്തിനിടയിൽ 4 രാഷ്ട്രങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി. ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് ഓസ്ട്രേലിയയാണ്, മറ്റൊന്ന് കാനഡയാണ്, അടുത്തത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ശ്രീലങ്കയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപാണ് അധികാരത്തിൽ വന്നത്, നമുക്കെല്ലാം അറിയാം. പക്ഷെ മറ്റ് 3 രാജ്യങ്ങളിലും യോഗത്തിൽ സുധീർ അധ്യക്ഷത വഹിച്ചു. TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, CN സതീഷ് കുമാർ, രാജേന്ദ്രൻ, PR ഗോപിനാഥൻ, CK ശ്രീരാജ്, സജിത പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചാമ്പരത്തിൽ നിന്ന് റെഡ് വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവർ അണിനിരുന്ന പ്രകടനം SN പുരത്ത് സമാപിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ കൊടുങ്ങല്ലൂർ സംഗീത അക്കാദമിയുടെ നേതൃത്വത്തിൽ മാള ആനപ്പാറ സേവനഗിരിയിൽ സംഗീതാലാപനം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അത് കൃത്യമായിട്ട് തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം തുടക്കം കുറിക്കേണ്ടതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് ആ സമൂഹം സന്യാസികൾ. അതുകൊണ്ട് തന്നെ ആർത്തി മനോഭാവത്തോടുകൂടിയുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മുടെ സ്നേഹം ചുറ്റുവാനോടിക്കുന്ന ഒരു സമൂഹത്തിൽ പലപ്പോഴും ചിന്തിക്കപ്പെടുന്ന ആളുകൾ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവരെ ഏറെ സ്നേഹിക്കുന്ന, അവരെ ഏറെ കരുണയോടുകൂടി കാണുന്ന, സ്വന്തം മക്കളായി കണ്ടുകൊണ്ട് അവരെല്ലാം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ അച്ഛന്മാർ അനുഷ്ഠിക്കുന്ന അവരുടെ ത്യാഗം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവരുടേതായിട്ടുള്ള ത്യജിക്കലുകൾ കൂടി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയും. ഫാദർ ജോർജ് തോട്ടാൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ലിൻഡോ മാടമ്പി, മത്തായി വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശം ഇത്രമാത്രം
മറ്റ് സ്ഥാപനങ്ങളില്ല, യാത്രാ സൗകര്യങ്ങളില്ല, കടന്നു വരാൻ വഴികളില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ദേവാലയമാണ് എന്ന അവരുടെ ഒരു ദീർഘവീക്ഷണമാണ് ഇതിൻ്റെ തലക്കലിലാണ് അവിടെ നിന്നും മനോഹരമായി ദേവാലയം കെട്ടിപ്പടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു നാടിൻ്റെ അത്യന്താപേക്ഷിതമായ ആത്മീയ ചിന്തകളാണ്. ആ ആത്മീയ ചിന്തയിലൂടെയാണ് ഒരു നാടിൻ്റെ സംസ്കാരവും അതിൻ്റെ മൂല്യവും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ സഹവർത്തിത്വവും അതിൻ്റെ സാഹോദര്യവും അതിൻ്റെ സ്നേഹവുമൊക്കെ സ്വാഭാവികമായും വളർത്തേണ്ടത് ഒരു ദേവാലയത്തിൻ്റെ സാന്നിധ്യമാണ്, അതിൻ്റെ തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള മഹനീയമായ തുടക്കം കുറിക്കാൻ നമ്മളെ കൊണ്ടുവരാൻ സാധിച്ചത്. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിനിമാ സീരിയൽ താരം അനുമോൾ ഉപഹാര സമർപ്പണവും ഫാദർ വിൽസൺ ഈരത്തറ സൗജന്യ പദ്ധതി സമർപ്പണവും നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഷാജി മേക്കാട്ടുപറമ്പിൽ, ആൻഡ്രോസ് കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു. സൗജന്യ ഡയാലിസിസ് പദ്ധതി സമർപ്പണം, ശതാബ്ദി ജൂബിലി സ്മരണിക പ്രകാശനം എന്നിവയും സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നിർധനരും നിരാലംബരുമായ കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹം പരിപൂർണമായും ഏറ്റെടുത്ത് നടത്തുന്ന മംഗല്യം വിവാഹ സഹായ പദ്ധതിയിൽ 16ാമത് വിവാഹം വാടയിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. ഉഴുവത്തുകടവ് വയലാർ മാടത്തിങ്കൽ താര ഷാജൻ ദമ്പതിമാരുടെ മകൾ സ്വാതിയുടെ വിവാഹമാണ് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഉഴുവത്തുകടവ് മയൂരേശ്വരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിലായിരുന്നു തുടർന്നുള്ള മംഗളകർമ്മങ്ങൾ. എറിയാട് വാലത്തറ മണി ബാബു ദമ്പതികളുടെ മകൻ നിഖിലാണ് വരൻ. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു മംഗളകർമ്മങ്ങൾ നടന്നത്. തുടർന്ന് ശൃംഗപുരം വിവേകാനന്ദ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി താലിയുടെ മാഹാത്മ്യം എന്ന വിഷയത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വധുവിന് വേണ്ടതായ സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും മറ്റും സമിതിയാണ് സമ്മാനിച്ചത്. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് മംഗല്യം പദ്ധതിയുടെ ചെയർമാൻ ജീവൻ നാലുമക്കൾ, കൺവീനർ സിനി സെൽവരാജ്, സമിതി താലൂക്ക് അധ്യക്ഷൻ KR മോഹൻദാസ്, മാതൃസമിതി ജില്ലാ അധ്യക്ഷ ഡോക്ടർ ആശാലത, ജില്ലാ ട്രഷറർ വെങ്കിടേശ്വര പ്രഭു, താലൂക്ക് സെക്രട്ടറി പരമേശ്വരൻ, PP ദിലീപ് കുമാർ, രഞ്ജിത രാജീവ്, KS രാജേഷ്, സരിത, രജിത വാടയിൽ, ഷാജി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴിക്കാട്ടുശ്ശേരിയിൽ പെട്ടി ഓട്ടോയും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പുത്തഞ്ചിറ കിഴക്കുമുറി മംഗലൻ അനീഷാണ് മരിച്ചത്. പുഴ കുറുകെ നീന്തിക്കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കൊരട്ടിക്കുലയുടെ മറയ്ക്കൽ ക്ലാരൻസ് മരിച്ചു. സൈനിക നേട്ടങ്ങളെ BJP രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നതായി CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ആരോപിച്ചു. CPI ശ്രീനാരായണപുരം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.